എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരുടെ ഭക്ഷണം കഴിക്കാതിരിക്കുവാണ്. അന്നേരം നന്ദു പറയുന്നുണ്ട്, എൻ്റെ ആദ്യത്തെ ശമ്പളം കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു നല്ല ഹോട്ടലിൽ പോയി എല്ലാവർക്കും കൂടെ ഞാനൊരു പാർട്ടി തരുന്നുണ്ട് എന്നിങ്ങനെ പറയുക കേട്ടോ. ഈ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റതിന് ശേഷവും നവ്യയും അഭിയും അല്ലേ മാക്സിമം നയനെയും ആദർശിനെയും നാണം കെടുത്താൻ നോക്കുമല്ലോ. അതുകൊണ്ട് തന്നെ കുറേ കുറ്റപ്പെടുത്തലൊക്കെ നടത്തി ആദർശിൻ്റെ മനസ്സങ്ങ് ഇടിച്ച് താത്തിയിട്ടാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത് കണ്ട് സഹിക്കാൻ മേലാതെ നമ്മുടെ നയന പ്രതികരിക്കുകയാണ്. നയന കനകയോടും ഗോവിന്ദനോടായിട്ട് പറയുന്നുണ്ട്, എങ്കിൽ രണ്ടുപേരും കേട്ടു, ഇവിടുന്ന് ആദർശേരനെ കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ലേ നിങ്ങളുടെ മൂത്ത മകളും ഭർത്താവും, ആ ചേച്ചിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പലതും മനസ്സിൽ ഒളിച്ചു വെച്ചു നടക്കുന്നത് എന്ന് പറയുമ്പം ഇങ്ങനെ അന്തിച്ച് നോക്കുക കേട്ടോ രണ്ടുപേരൂടെ. അന്നേരം നയന പറയുവാണ്, ചന്തുമോളുടെ അച്ഛൻ ആദർശേട്ടനല്ല, അവൻ ആ അഭിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും രണ്ടെണ്ണം ഞെട്ടി ഇങ്ങനെ തകർന്ന് നിൽക്കുവാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഭയങ്കരമായ ഒരു സ്നേഹപ്രകടനമാണ്. ആദർശിനോട് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം അത്രത്തോളം ആദർശിനെ നാണം കെടുത്തിയിട്ടുണ്ടല്ലോ രണ്ടുപേരും കൂടി. ഏതായാലും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ ആ അഭിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചവൻ ഇറങ്ങുന്നത് ചോര തുപ്പിക്കൊണ്ടായിരിക്കും എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ആണെന്ന് തോന്നുന്നു അഭി അങ്ങോട്ട് തന്നെ വരുന്നത് കാണിക്കുന്നുണ്ട് കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട്. ഏതായാലും കുറച്ചുകൂടെ വിഷം അവരുടെ മനസ്സിൽ നിറയ്ക്കാമെന്ന് ഓർത്തായിരിക്കും ആശാൻ വരുന്നത്. വരുമ്പോൾ ഉള്ള പ്രതികരണം എന്തായിരിക്കും എന്നറിയാലോ. ഇതൊക്കെയായിരുന്നു പ്രൊമോ വിശേഷങ്ങൾ.